നമുക്ക് ഇനി പോകുന്നത് കുറച്ചൊന്ന് സമാധാനത്തോടെ ലൈറ്റായിട്ടുള്ളൊരു കാര്യത്തിലാണ്. വനിതാ ദിനം കൂടിയാണ്. അപ്പോൾ ഇത് വനിതയെ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പൊന്മാൻ ചിത്രത്തിലെ പരിചയപ്പെടുത്തുകയല്ല, ഒരു അഭിമുഖമാണ്. കൊല്ലം പാട്ട് യുവാക്കൾക്കിടയിൽ ഇപ്പോൾ തരംഗമാണല്ലോ. ഓരോ പ്രദേശത്തെയും കുറിച്ചുള്ള പാട്ടുകൾ മലയാളികൾ ഏറ്റെടുക്കുന്നു എന്ന് പാട്ടുപാടിയ ഗായികയും പെർഫോമിംഗ് ആർട്ടിസ്റ്റുമായ രശ്മി സതീഷ്. പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നുവോ, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെറിയുന്നുവോ, പുലർനിലാവിന്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നുവോ, കനവിലായിരം കനകമേഘം കടൽ വരയ്ക്കുന്നുവോ. ഞാൻ രശ്മിയെ കാണുമ്പോഴൊക്കെ ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഞാൻ രശ്മിയെ കാണുമ്പോൾ രശ്മി പനിച്ചിങ്ങനെ വയ്യാതെ ഇരിക്കുക. നമ്മളൊരു കോമൺ ഫ്രണ്ടിന്റെ അടുത്ത് വെച്ചിട്ടാണ്, തീരെ വയ്യ. പക്ഷെ ആരോ ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചു. അപ്പൊ രശ്മി ഇങ്ങനെ വയ്യാണ്ട് എഴുന്നേറ്റ് വരിക, പനി പിടിച്ചിട്ടേ, എന്നിട്ട് പാടി ഒരു പാട്ട്. കംപ്ലീറ്റ് എനർജിയും അങ്ങനത്തെ ഒരു പാട്ടുമാണല്ലോ രശ്മിയുടെ പാട്ടുകൾ പലതും അങ്ങനെ. ആ എനർജിയിലാ പാടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, സംഗീതം എന്നോട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണത് അല്ലെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെപ്പോഴും ഈ പറയുന്ന പോലെ എല്ലാ ഈ ഊർജം മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലുള്ള വല്ലാത്ത ഇമോട്ടീവ് പവറാണ് മ്യൂസിക്കിനുള്ളത്. അപ്പം അത് പലതരത്തിലും പല സാഹചര്യത്തിലും പലതാണ്. അത് ചിലപ്പം നമുക്ക് നമ്മുടെ സ്നേഹമാണ്, ചിലപ്പം നമുക്ക് നമ്മുടെ അമർഷമാണ്, ചിലപ്പം നമുക്ക് നമ്മുടെ ദുഃഖമാണ്, ചിലപ്പം നമുക്ക് നമ്മുടെ പ്രണയമാണ്, ചിലപ്പോൾ നമ്മുടെ ദേഷ്യമാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയതോ ഉള്ളിൽ ഒതുക്കാൻ പറ്റിയോ രണ്ട് സ്പേസും ഉണ്ട് സംഗീതത്തിന്. അങ്ങനെ ഒരു മാജിക് സാധനമാണ് ശരിക്കും, മാജിക് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് രശ്മിയെ വ്യത്യസ്തയാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൃത്യമായ നിലപാടുകളുണ്ട് ഓരോ കാര്യത്തിലും. നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങളിലും അനീതി കണ്ടാൽ പ്രതികരിക്കാൻ, എല്ലാത്തിനും ആ പാട്ട്, എൻ്റെ പാട്ടിലൂടെ ഞാൻ എൻ്റെ ഐഡിയോളജി പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ ശക്തമായ നിലപാടുകൾ, അങ്ങനെ ഒരു കാര്യം ഞാൻ രശ്മിയിൽ ശ്രദ്ധിച്ചു. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചിലപ്പം പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ചെയ്യുന്ന ഒരു വാർത്തയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കവിത, ആരെങ്കിലും എഴുതിയ കവിത നിങ്ങൾ റീഇൻവെന്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്രസന്റ് ചെയ്യുമ്പോഴായിരിക്കാം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഓരോ ഭാഷയുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ. അതിലെനിക്ക് തോന്നുന്ന ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഭാഷ മ്യൂസിക്കിൻ്റെ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അത് കുറേ കാലം എടുത്ത്, ചെറുപ്പം മുതൽ മ്യൂസിക് കൂടെ ഉണ്ടെങ്കിലും ഇതിനെ ഏത് തരത്തിലാണ് നമ്മുടെ ലൈഫിൽ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുമല്ലോ ആക്ച്വലി. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നു, കർണാട്ടിക് എടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വേറെ പാട്ടുകൾ കേൾക്കുന്നു. പക്ഷെ എവിടെയാണ് ഇതിന് നമ്മൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക, മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ പറയാൻ പറ്റുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഇതിനെ സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എങ്ങനെ ഇതിനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഭാഷ ചിലപ്പം കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ഭാഷ പല ലാംഗ്വേജിനപ്പുറത്തേക്ക്, ആ നമ്മൾ പറയുന്ന ലിറ്ററൽ മീനിങ്ങിനപ്പുറത്തേക്ക് എൻ്റെ ഭാഷ സംഗീതമായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് പൊന്മാനെ കുറിച്ചിട്ടാണ്. അപ്പൊ പൊന്മാനിലെ പാട്ട് ഞാൻ അത് നോക്കുമായിരുന്നു ഇന്നലെ യൂട്യൂബിലൊക്കെ. ഏത് ഏരിയയിൽ പോയി നോക്കിയാലും ഒരുപാട് പേര് ട്രെൻഡിങ് ആണ് ആ സാധനം. അപ്പൊ അതിൽ വലിയ സന്തോഷമുണ്ടല്ലേ, നല്ലൊരു സമയമാണിത്. അവിടാരാണ്ടടതൊണ്ട് ഇരുകാലന്മാരാട, അവിടാരാണ്ടടതൊണ്ട് മഹചൂടന്മാരാട, ഒരു നോട്ട പശ കൊണ്ട് ഉണ്ട് തെറിപേശുന്നതുമുണ്ട് ഉണ്ട്, അലമ്പോടലമ്പെങ്കിലും തങ്ക മനസ്സാടാ, കൊല്ലം കണ്ടോടാ ഇല്ലം കാണണ്ട, കൊല്ലം കണ്ടോടാ ഇല്ലം കാണണ്ട. അപ്പൊ നമ്മുടെ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് പാടാതെ രശ്മിയെ വിടാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു 4 വരി തീർച്ചയായിട്ടും പ്രേക്ഷകരല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളമായിരിക്കും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം
അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. അപ്പോൾ നല്ല ആസ്വദിച്ച് ചെയ്തൊരു ഇന്റർവ്യൂ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? വലിയ എങ്ങനെയുണ്ടായിരുന്നു? interview അനുഭവം ആണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല രശ്മി എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന രശ്മിയുടെ ഒരു പ്രത്യേകത എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ലോകധർമ്മിയിലെ പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്, പിന്നെ ഒരു വിമൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ ചേരാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാട്ടിനെ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുക. ഇപ്പോഴാണ് കൂടുതൽ ഹിറ്റാവുന്ന പാട്ടുകൾ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് തന്നെ ഒരുപാട് നാൾ കഴിഞ്ഞാണ് പാടി 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 ജനങ്ങളിലേക്ക് എത്തിയതെന്നാണ്. അപ്പോൾ ഈ സക്സസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ വന്നാൽ എത്തും എന്നുള്ളതിൻ്റെ ഒരു മാതൃക കൂടിയാണ്. നമ്മുടെ ഈ വനിതാ ദിനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വിമൻസ് ഈവനിങ്ങിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഗായകരാകട്ടെ ഏത് ഇതിലാവട്ടെ നമ്മൾ കൊണ്ടുവരും, അവരെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നവരെ. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വേണം കേട്ടോ, ഇത്തരം കാര്യങ്ങളിലുള്ള അഭിപ്രായം.